ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നേതൻ്റെ 9th മന്ത് കംപ്ലീറ്റ് ആകുമ്പോഴുള്ള വാക്സിനേഷൻ ആയിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ ഈ വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് സുഖമില്ലാത്തൊരു സംഭവമാണ്. കാരണം നമ്മളെ കൺമുന്നിൽ വെച്ചിട്ട് കുട്ടിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്ന അവർ കരച്ചിലും പിന്നെ അന്നത്തെ മൊത്തം മൂഡൊക്കെ ഭയങ്കര മോശമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ദിവസത്തെ വ്ളോഗ് കാണാം കേട്ടോ. അപ്പം രാവിലെ എണീറ്റ ഉടനെ അവൻ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പാലും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ എണീക്കും കേട്ടോ അവൻ. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അവന് ബ്രോക്കോലി ആൻഡ് ക്യാരറ്റ് പ്യൂരിയാണ് കൊടുക്കുന്നത്. പിന്നെ അവൻ നല്ലൊരു ഉറക്കം ഉറങ്ങി. പിന്നെ ഉറങ്ങിയൊക്കെ എണീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കുളിപ്പിക്കണതിൻ്റെ ഇതാണ്, എണ്ണയൊക്കെ തെച്ചിട്ടാട്ടോ കുളിപ്പിക്കണത്. ഇനിയിപ്പം വാക്സിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പനിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. ചിലപ്പം പനിക്കും, ചിലപ്പോൾ പനിക്കില്ല. അപ്പോൾ എന്തായാലും എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം ഇരുത്തിയിട്ടാണ് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. കുറേ മുന്നേ ഒക്കെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവനെ കുളിപ്പിക്കുക വെച്ചാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആൾ കിടന്നരിയേ ഇല്ല, എണ്ണ വെച്ച് കിടക്കണമെന്നൊന്നും തീരെ ഇഷ്ടമായിരുന്നില്ല, എണ്ണ തേക്കുന്നേ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം പിന്നെ കുഴപ്പമില്ല, എന്നാലും എണ്ണ തേക്കുന്ന വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്ററാണ്. പക്ഷെ ഡ്രസ്സ് മാറ്റൽ ഭയങ്കര ഒരു മല്ലയുദ്ധം തന്നെ വേണമെങ്കിൽ പറയാം. ആൾ കിടന്നരിയേ ഇല്ല. അത് മിക്ക കുട്ടികളും അങ്ങനെ തന്നെയാണ്. ഡ്രസ്സ് മാറ്റലും ഈ സ്നെഗ്ഗി മാറ്റലും ഒക്കെ അവർക്ക് ദേഷ്യമുള്ള കാര്യമാണ്. അവിടെ നിന്ന് കാര്യം ഇപ്പോൾ ഫോൺ അവിടെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ വന്ന് നോക്കുകയാണ് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ വാക്സിനേഷൻ കൊടുക്കാൻ പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അവന് കുറച്ച് കായപ്പൊടി ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ പോയി എപ്പോഴാണ് ഒഴിവാകുമോന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി ഒന്നും കൊടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ കിടന്ന് കരഞ്ഞ് സീനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കുറച്ച് കായപ്പൊടിയൊക്കെ കൊടുത്തു. പക്ഷേ കുറേ ഒന്നും കഴിച്ചതുമില്ല കേട്ടോ, കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ അങ്ങനെ ഞാൻ അവനെ അത് റെഡിയാക്കാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ റെഡിയാവാമെന്ന്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് റെഡിയായി വരുമ്പോഴേക്കും അവനെ റെഡിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല പണിയാണ്. കാരണം നല്ലൊരു മല്ലയുദ്ധം എക്സസൈസാണ് ഡ്രസ്സ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കിടന്ന് തരികേ ഇല്ല, അവനെ കണ്ട കാര്യമൊന്നും കണ്ടില്ല. അവന് ഇഷ്ടമല്ല, ഡ്രസ്സ് ഇട്ടുന്നതും ഇഷ്ടമല്ല, ഊരണതും ഇഷ്ടമല്ല. പിന്നെ ഫോൺ അവിടെ ഉള്ളത് അവിടെ വന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. ഞാൻ അവൻ അച്ഛൻ്റെ അടുത്താക്കി. ഞാൻ റെഡിയാവാൻ വേണ്ടി പോയിട്ടോ. പിന്നെ ഈ പുസ്തകം ഇത് കാർഡാണ്, നമ്മളിവിടെ ആശാ വർക്കർ കൊടുന്നു തരുന്ന കാർഡാണ്. എല്ലാവരുടെ കയ്യിലുണ്ടാവുമായിരിക്കും നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും. നേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്. പിന്നെ വാക്സിനേഷൻ ഡീറ്റെയിൽസൊക്കെ അതിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു അത് ആദ്യം തന്നെ. പിന്നെ അവൻ്റെ ഷൂ ഒക്കെ ഇട്ട് കൊടുത്ത് അച്ഛൻ്റെ കയ്യിൽ തന്നെ ഇരുന്ന് അവൻ ഞാൻ ഡ്രസ്സ് മാറ്റുമ്പോഴൊക്കെ. പിന്നെ അത് കഴിഞ്ഞത് അവൻ്റെ ബാഗാണ്. എവിടെ പോകുമ്പോൾ ഈ ഒരു ബാഗ് എൻ്റെ ഫ്രണ്ട് ശ്രീ തന്നതാണ് കേട്ടോ എനിക്കത്. അത് ഭയങ്കര ഹാൻഡിയാണ്. എവിടെ പോകുമ്പോൾ ഞാൻ കാറിൽ വെക്കാറുണ്ടത്. പിന്നെ അത് വെള്ളമൊക്കെ വെക്കുന്നുണ്ട് ഒരു ബോട്ടിലിൽ. പിന്നെ അവൻ്റെ മുടി കെട്ടി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കണ്ണിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുടി പോവും. അപ്പോൾ ഞങ്ങൾക്ക് ഏട്ടന് അത്ര ഇഷ്ടമൊന്നുമല്ല ഞാൻ അങ്ങനെ മുടി ഇങ്ങനെ കെട്ടി പുറത്ത് പോകുമ്പോൾ കെട്ടുന്നു തോന്നുന്നു. പിന്നെ ഞാൻ കണ്ണിക്ക് ആവേണ്ട വിചാരിച്ചിട്ട് അവനും ബുദ്ധിമുട്ടാവില്ലല്ലോ, അവന് പറയാനറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടി ഇങ്ങനെ വെക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും റെഡിയൊക്കെ ആയി. ഇനിയിപ്പോൾ വാക്സിനേഷന് വേണ്ടി പോവുകയാണ് കേട്ടോ. ഏട്ടൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുവരെയുള്ള വാക്സിനേഷൻ്റെ സമയത്തൊക്കെ അമ്മ നാട്ടിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ചെയ്തിരുന്നത്. അവിടെ അംഗനവാടിയിലും പിന്നെ അതുപോലെ അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ പോയിട്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്തായതുകൊണ്ട് ഇപ്പോൾ ഇവിടെയുള്ള ജില്ലാ ആശുപത്രിയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ 9th മന്ത് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് ചെയ്യാൻ പറ്റുക. അപ്പം അംഗനവാടിയിൽ ആദ്യം ചോദിച്ചിരുന്നു, പക്ഷേ അവൻ്റെ ഡേറ്റ് കുറച്ച് നേരത്തെ കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് 9th മന്ത് കംപ്ലീറ്റും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ജില്ലാ ആശുപത്രിയിൽ പോയിട്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് വന്ന് ചോദിക്കുമ്പോഴാണ് ഈ ബ്ലോക്കിലല്ല, അത് റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള പുതിയ ബ്ലോക്കിലാണ് വാക്സിനേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീണ്ടും കാർ എടുത്തു. നല്ല വെയിലുമായിരുന്നു, നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷേ വെയിലുള്ളതുകൊണ്ട് ഞങ്ങൾ കാറിൽ പോയി. പക്ഷേ പാർക്ക് ചെയ്യാനും സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏട്ടൻ വണ്ടി പുറത്തിട്ടു. ഞങ്ങൾ പിന്നെ അവിടെ ഫ്രണ്ടിൽ ഇറക്കി തന്നിട്ട് ഞങ്ങൾ വാക്സിനേഷന് വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ ജനിച്ച ന്യൂ ബോൺ ബേബീസിനുള്ള വാക്സിനേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അവരിങ്ങനെ കുറേ അതിൻ്റെ ഇടയിൽ വന്ന് ഇങ്ങനെ ചെയ്ത് പോകുന്നതുകൊണ്ട് കുറേ നേരം ഇരിക്കേണ്ടി വന്നു. അപ്പോൾ അവന് കുറച്ച് വെള്ളമൊക്കെ ഞാൻ കൊടുത്തു. പക്ഷേ അവൻ ബോട്ടിൽ താഴെ ഇട്ടുകൊണ്ട് പിന്നെ കരയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ഫീഡിങ് റൂമിൽ പോയിട്ട് പാലൊക്കെ കൊടുത്തു. അപ്പോഴാണ് ഓക്കെ ആയത്. പിന്നെ നമ്മൾ ചെന്ന ഉടനെ അവർ നമ്മളുടെ കാർഡ് വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ക്യൂ അനുസരിച്ചിട്ടാണ് വിളിക്കുക. പിന്നെ അവിടെ ഉള്ളിൽ ചെന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും അവർ. മരുന്ന് കഴിക്കണം, പനി വരികയാണെങ്കിൽ മരുന്ന് കഴിക്കേണ്ട കാര്യങ്ങളും, പിന്നെ കാലിന് വേദന ഉണ്ടായിരിക്കും അപ്പോൾ അത് ബെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അവിടുന്ന് അവൻ്റെ ലെങ്ത്തും വെയിറ്റ് അങ്ങനത്തെ പിന്നെ ഹെഡ് സർക്കംഫറൻസും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് വാക്സിനേഷൻ്റെ. അപ്പോൾ ആദ്യം ഓറൽ വിറ്റാമിൻ കൊടുക്കുന്നുണ്ട്. അപ്പം കുടിക്കാനുള്ളതൊക്കെ അവൻ കുഴപ്പമില്ലാണ്ട് കുടിച്ചു. പിന്നെ വാക്സിനേഷനിൽ ഏത് കുട്ടിയായാലും കരയുമല്ലോ, അപ്പോൾ അവൻ നല്ല കരച്ചിലായിരുന്നു.
ഭയങ്കരമായിട്ടുള്ള കരച്ചിലല്ല, ഒന്ന് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഒന്ന് കുറച്ച് കരഞ്ഞിട്ടൊരു 1 മിനിറ്റോ 2 മിനിറ്റോ കരഞ്ഞിട്ടുണ്ടായിരിക്കും മാക്സിമം. അത് കഴിഞ്ഞിട്ട് ആൾ ഓക്കെ ആയി. പിന്നെ ഞാൻ കുറച്ചെടുത്ത് നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആളുടെ മൂടൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കരച്ചിലൊക്കെ ആയിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വേദനയ്ക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ഞാൻ വന്ന ഉടനെ അവന് രാഗിയൊക്കെ കുറുക്കി കൊടുത്തു. വിശക്കുന്നുണ്ടായിരുന്നു അവന്. പിന്നെ ഈ വാക്സിനേഷനിൽ അങ്ങനെ പനിക്കൊന്നുമില്ല. ഇൻ കേസ് പനിക്കുകയാണെങ്കിൽ പാരസെറ്റമോൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അവർ മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. വേദന കൊണ്ട് പനിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ ചൂടിടയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, കയ്യിലും കൈപ്പത്തിയിലും ഒക്കെ ചെറിയ രീതിയിൽ മേലൊക്കെ. പിന്നെ ആ ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ അവർക്ക്. അതുകൊണ്ട് ഡ്രസ്സൊക്കെ അഴിച്ചിട്ടിട്ടായിരുന്നു പിന്നെ ഞാൻ മാറ്റി കൊടുക്കുക. അപ്പോഴുള്ള കരച്ചിലാണ് ഈ കാണുന്നത്. ഡ്രസ്സ് മാറ്റൽ എൻ്റെ കുട്ടിക്ക് ഇഷ്ടമല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് പാലൊക്കെ കൊടുത്തപ്പം ആളൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴും കണ്ടില്ല, വലിയ ചിരി ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല കരച്ചിൽ വൈകുന്നേരം രാത്രിയൊക്കെ ആയപ്പോൾ ഒരു 7 മണിയല്ല 6:30 7 മണിയാണെന്ന് തോന്നുന്ന സമയം. ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഞാൻ ഏട്ടനും കൂടി താഴെ കൊണ്ടുപോയി ഒന്ന് നടക്കുകയൊക്കെ ചെയ്തു. പുറത്തൊക്കെ നടന്നപ്പോൾ ആൾ ഓക്കെ ആയി കേട്ടോ. വേദനിച്ചിട്ടാണ് തോന്നുന്നു കാലിൻ്റെ അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അവൻ കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് വന്ന് ഞാൻ അവന് രാത്രി സെർലാക്കും, ഹോം മെയ്ഡ് സെർലാക്കാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബിലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലും കാണുക. അപ്പോൾ അപ്പോഴൊക്കെ കരയുന്നുണ്ട് അവൻ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു, അങ്ങനെയൊക്കെയൊക്കെ കുറച്ചൊക്കെ കഴിച്ചു. ആൾ പെട്ടെന്ന് ഉറങ്ങി രാത്രി. ഇല്ലെങ്കിൽ 11-12 മണിയായാലും എൻ്റെ കുട്ടി ഉറങ്ങാറില്ല. പക്ഷേ ഇന്ന് പെട്ടെന്ന് ഉറങ്ങി വാക്സിനേഷൻ ചെയ്തുകൊണ്ട്. പക്ഷേ രാത്രി 2:30-3 മണിക്കാവും എണീറ്റ്. പിന്നെ മണിക്കൂറുകളോളം അവന് ഉറക്കേ ഉണ്ടായിരുന്നില്ല. ഒരു മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ആൻഡ് ബൈ ബൈ, സീ യു.